ചിലപ്പോ എന്റെ മനസ്സിൽ അതിനെ കുറിച്ചൊരു പ്ലാൻ കാണും. ഞാൻ അത് എന്റെ കൂടെയുള്ള ആളുകളോടൊന്ന് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് ചിലപ്പോ ഞാനൊരു തീരുമാനം എടുത്താൽ പോലും ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പങ്കുവെച്ചിട്ട് അവരുടെ ഒരു സപ്പോർട്ടോട് കിട്ടി അങ്ങനെ പോകുന്ന ഒരു രീതിയാണ് എനിക്ക് ഉള്ളത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ എന്റെ കൂടെയുള്ളവരെ വിശ്വാസത്തിലെടുത്ത് അപ്പം ചിലപ്പം അത് ഇന്ന നമ്മളെക്കാട് ഉയർന്ന ആളുകള് എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ എന്റെ കൂടെ താഴെയുള്ള ഇപ്പൊ ഗ്രൂപ്പുള്ള ഒരാളോ ചിലപ്പോ ചില കാര്യങ്ങളിൽ അവരോടും ഒന്ന് ആലോചനയൊക്കെ ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ മേടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് ഞാൻ സ്വല്പം പുറകോട്ടാണ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ മാക്സിമം പറ്റുന്നിടത്തോളം ഒരു അഭിപ്രായമൊക്കെ ചോദിച്ച് രണ്ടാമതൊന്നുകൂടെയൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു രീതിയാണ്. അച്ഛൻ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു. അച്ഛൻ കേരളത്തിലെ ചെയർമാൻ ആയിരുന്ന സമയത്താണ് പാലായിൽ വെച്ച് ഒരു വലിയ കൺവെൻഷൻ, ബത്സലം എന്ന പേരിൽ ഒരു കുടുംബ കൺവെൻഷൻ, ശരിക്കും 10,000-ഓളം ആളുകൾ, ഫാമിലികളിൽ 10,000-ഓളം ആളുകൾ. അച്ഛൻ ഈ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ അച്ഛനല്ല ഒന്നും ചെയ്തത്, പല കാര്യങ്ങൾ പലരാണ് ചെയ്തത്. അച്ഛന്റെ ആ ഒരു ആളുകളെ ഏൽപ്പിക്കുന്നു, അവരത് ചെയ്യുന്നു. അവരാണ് അതിന്റെ 100% ചെയ്യേണ്ടത് എന്നുള്ള അതാണ് അച്ഛന്റെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള അച്ഛന്റെ ഒരു ചിന്തയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഉള്ളപ്പോ പോലും ഇപ്പൊ ഞാന് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളും കൂടിയാണ്. അപ്പം ഇതിന്റെ എല്ലാവരെയും കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ അതിനകത്തുണ്ടാകും. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ അതിന്റെ ഉത്തരവാദി. എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സമാധാനം പറയണം. ഇപ്പം സ്കൂളിൽ അധ്യാപകനൊക്കെ ആയിരിക്കുമ്പം നമ്മുടെ ഈ കാര്യങ്ങളിലൊക്കെ പല ന്യൂസുകളും കേൾക്കുന്നുണ്ടല്ലോ. സ്കൂളില് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്, ഏതെങ്കിലും അധ്യാപകരുടെ ഏതെങ്കിലും കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത്യന്തികമായിട്ട് പ്രിൻസിപ്പളാണ് ഉത്തരവാദി. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ എല്ലാവരെയും ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ളൊരു ശ്രദ്ധ അവിടെ ഉണ്ടാണ്. ഈ ബഷലൂൺ കൺവെൻഷൻ എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് എപ്പോഴും കാണുന്നത്. കാരണം ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും കണ്ടു കഴിയുമ്പോൾ അച്ഛാ ബഷലു എന്നുള്ളത് അതൊരു നല്ല ഒരു കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു. ഇപ്പോഴും അതിന്റെ ചിന്തകള് കേരളത്തിലെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും അത് കാണാൻ സാധിക്കും. അതിന് നല്ലൊരു, കാരണം അതിനു വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടി എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. കാരണം ഞാൻ പോലും വിചാരിച്ചതിനേക്കാളും ഒക്കെ എത്രയോ ഭംഗിയായിട്ട് ആ പ്രോഗ്രാം നടക്കാനായിട്ട് സാധിച്ചു. അതെനിക്ക് ഉറപ്പുണ്ട്. അതിനകത്ത് എല്ലാവരും കൂടി സഹകരിച്ച്, പ്രത്യേകിച്ച് പല സോണിലുള്ള ആളുകളൊക്കെ അത് വളരെ ആത്മാർത്ഥതയോടെ സഹകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് നവീകരണ ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവം ഒരാൾക്ക് സിദ്ധിച്ചു കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നത്. അപ്പൊ എനിക്ക് തോന്നണേ അച്ഛനും അങ്ങനത്തെ ചില ഇപ്പൊ ആ കാര്യത്തിലൊക്കെ ബഷലൂൺ കൺവെൻഷന്റെ കാര്യത്തിലൊക്കെ അച്ഛൻ പൂർണ്ണമായും ദൈവത്തിന് വിട്ട് അച്ഛനൊരു ദൈവാശ്രയത്തിലല്ലേ അതല്ലേ? അത് തന്നെ സത്യം പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്നൊരു സംശയമില്ല.